ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ഫുഡ് ഡയറി. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അവലും പഴവും വെച്ചിട്ട്, ഏത്തപ്പഴവും വെച്ചിട്ട് ഒരു റെസിപ്പിയാണ്. അപ്പം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം പുതിയ നോട്ടിഫിക്കേഷനായിട്ട് ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് ഈ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ആവൽ എടുത്തു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. അതിന് ഇതുപോലെ ഒരു പാൻ വെച്ചതിന് ശേഷം ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് നല്ലപോലെ ചൂടായി വരുമ്പോൾ നമ്മൾ കുറേശ്ശെ അവലിട്ട് കൊടുത്ത് വറുത്തെടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലെ കനം കുറഞ്ഞ അവലാണ്. ഇച്ചിരി കനം കൂടിയത് കിട്ടും. അതിൻ്റെ ഒരു വണ്ണം ഇച്ചിരി കൂടുതലുള്ളത് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടാറുണ്ട്. അതാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും. ഇവിടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിത് കുറേശ്ശെ ഇട്ട് കൊടുത്ത്, ഒരുപാടല്ല കുറേശ്ശെ ഇട്ട് കൊടുത്ത് വേണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇത്രയും കനം കുറഞ്ഞ അവലായതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ ക്രിസ്പി ആവും. തീ അഡ്ജസ്റ്റ് ചെയ്ത് വേണം ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കോരിയെടുക്കാം. ഇതുപോലെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 കപ്പ് അവലും നമുക്ക് വറുത്തെടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഒരു പാൻ വെച്ചതിന് ശേഷം ഒരല്പം നെയ്യ് ഇട്ട് കൊടുക്കാം. ഈ നെയ്യൊന്ന് ഉരുകി വരുമ്പോഴത്തേക്ക് നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കാം. അതിനോടൊപ്പം കുറച്ച് ഉണക്കമുന്തിരിങ്ങയും കൂടെ ചേർത്ത് നമുക്ക് വറക്കാം. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഞാനിവിടെ ഒരു 2 ഏത്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞത് എടുത്തു വെച്ചിട്ടുണ്ട്. അതുകൂടെ ഇതിനകത്ത് ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല. ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ്. എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റും. ഇതുപോലെ പഴം ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മളിവിടെ ഒരു 1 കപ്പ് തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട്. തേങ്ങ തിരുമിയത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് തേങ്ങാ പൊടിയാണ്. നമുക്ക് നല്ല തേങ്ങ, ഫ്രഷ് തേങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു 1/2 കപ്പ് ഇട്ടാൽ മതിയാവും. ഞാൻ ഇത് പൊടി തേങ്ങ ആയത് കാരണമാണ് 1 കപ്പ് ഇട്ടേക്കുന്നത്. ഇതും കൂടെ ചേർത്ത് നല്ലതുപോലെ വഴറ്റാം. ഇനി നമുക്കിതിനകത്ത് ചേർക്കാനുള്ളത് ഒരു 1/4 കപ്പ് ശർക്കര ഇതുപോലെ ചിരണ്ടി വെച്ചത്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. നമ്മളിതിനകത്ത് ശർക്കര പാനി ചേർക്കില്ല. അങ്ങനെ കുഴഞ്ഞു പോകുന്ന ആ ഒരു രീതിയിലല്ല നമ്മൾ എന്താ പറയുക, അവൽ വിളയിക്കാൻ ഉപയോഗിക്കില്ലേ, ആ ഒരു രീതിയിലല്ല ചെയ്യുന്നത്. അപ്പോൾ ഇനി ഈ ശർക്കരയും ഈ തേങ്ങയും ഏത്തപ്പഴവും എല്ലാം കൂടെ ഈ ഒരു പരുവത്തിൽ നല്ലതുപോലെ ഒന്ന് വഴണ്ട് വരണം. നമ്മൾ വിളയിച്ചെടുക്കില്ലേ, ആ ഒരു പരുവത്തിന് ഇതിനകത്ത് ഇനി ഇതൊരു മീഡിയം ഹീറ്റിലിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ആ ശർക്കരയൊക്കെ ജസ്റ്റ് ഒന്ന് അലിഞ്ഞ് ആ ഏത്തപ്പഴമായിട്ടും ആ തേങ്ങാപ്പൊടിയുമൊക്കെ ആയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സായി വരുന്നത് വരെ നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം പഴവും ആ ശർക്കരയും എല്ലാം കൂടെ നല്ലതുപോലെ ഇത് ചെയ്തിട്ടുണ്ട്, മിക്സായിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പരുവത്തിൽ ഒരല്പം ജീരകം പൊടിച്ചത് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം.
അതോടൊപ്പം ഒരല്പം ഏലക്കാപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഉടയേണ്ട കാര്യമില്ല, ഇത് നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു പരുവത്തിൽ നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അവൽ കൂടെ ഇതിനകത്ത് ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. അപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പം നമ്മുടെ അവൽ വറുത്തതും പഴവും കൂടെ ചേർത്ത് വിളയിച്ച് നമ്മുടെ 4 മണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ നോട്ടിഫിക്കേഷനായിട്ട് ആ ബെൽ ഐക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പം പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് അടുത്ത് തന്നെ കാണാം. ബൈ.